ഞാനിവിടെ വന്നിട്ടുള്ളത് ഭിന്നശേഷി കുട്ടികളുടെ വിഷയം നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് എന്തൊരു വിഷയം ചോദ്യങ്ങൾ വരുമ്പോഴും നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്നുള്ളതാണ് ചോദിക്കുന്നത്. 700 രൂപ 800 രൂപ വേതനം കിട്ടുന്ന ഒരാൾക്ക് ഇതുപോലുള്ളൊരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തൊക്കെ വേണ്ടി വരും എന്നുള്ളത് ചോദിക്കാതെ തന്നെ നമ്മുടെ ഗവൺമെന്റ് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള തീരുമാനം എടുക്കണം. നമുക്കറിയാം 1.5 ലക്ഷം കോടി 2 ലക്ഷം കോടി രൂപ വരെ വാർഷിക ബജറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം. അതുപോലെ തന്നെ ഒരു രാത്രി അന്തി ഉറങ്ങാൻ 1 ലക്ഷം 2 ലക്ഷം രൂപ വരെ ചെലവഴിക്കുന്ന ആളുകളുള്ള ഈ കേരളത്തിൽ ഇതുപോലുള്ള കുട്ടികൾക്ക് അവർക്ക് സാക്ഷരമായിട്ടുള്ള ഒരു പരിഹാരം ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റ് ഒരു തീരുമാനം ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വ്യക്തമായിട്ട് പറയുന്നത്, ഈ വിഷയങ്ങൾ ഇതുപോലുള്ള ഒരു ക്രൗഡിന്റെ മുമ്പിൽ ഇങ്ങനെ നേതാക്കന്മാരിരിക്കുന്ന സമയത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് തൊണ്ട ഇടറിപ്പോവും. മറ്റുള്ള എന്ത് വിഷയമാണെന്നുണ്ടെങ്കിലും എനിക്ക് സംസാരിച്ച് നിൽക്കാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. അപ്പോ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിലല്ല, ഒരു ലീഡർ എന്നുള്ള നിലയിലല്ല, എൻ്റെ ഒരു സഹോദരൻ എന്ന നിലയിൽ ഈ കുട്ടികളുടെ കാര്യം നിങ്ങളുടെ മുമ്പിൽ പറയാൻ ഒരു 10 മിനിറ്റ് നമ്മുടെ പ്രകടന പത്രിക വരുന്നതിന് മുമ്പ് നിങ്ങളായിട്ട് നേരിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരം നിങ്ങൾ തരണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.